നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാള മേലഡൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ. വലിയപറമ്പ് സ്വദേശി തപസ് വേലുവാണ് അറസ്റ്റിലായത്. ചാലക്കുടി പുഴയ്ക്കു കുറുകെയുള്ള പാലത്തിന് ബലക്ഷയം. അറ്റകുറ്റപ്പണികൾക്കായി പാലം അടയ്ക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. തൃശൂരും തിരുവനന്തപുരത്തും UDF-ന് കൂടുതൽ MLA-മാർ വന്നാൽ മാത്രമേ ഭരണം നേടാനാകൂ എന്നും മുരളീധരൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്നും മുരളീധരൻ. പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ 1 ഏക്കർ കതിരിട്ട നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. കാട്ടൂർ സ്വദേശിനിയുടെ 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RTO ഓഫീസിൽ സൂക്ഷിച്ചത്. ചാവക്കാട് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. കാറിനുള്ളിൽ നിന്നും ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. മാള മേലഡൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ. മേലഡൂരിൽ ആക്രിക്കട നടത്തുന്ന കരാട്ടെ പരിശീലകനായ വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ് വേലുവാണ് അറസ്റ്റിലായത്. ഈ മാസം 24-ന് പുലർച്ചെയാണ് പത്ര ഏജന്റായ മേലഡൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആക്രമണത്തിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച വർഗീസിനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായി തപസ് ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു. പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണമായി പോലീസ് നൽകുന്ന സൂചന. ഡിവൈഎസ്പിമാരായ CL ഷാജു, VK രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി പുഴയ്ക്കു കുറുകെയുള്ള ആദ്യ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. 5.5 പതിറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന്റെ ബെയറിംഗുകളിൽ ഗുരുതര ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. എറണാകുളം തൃശൂർ ദിശയിലെ പാലത്തിനാണ് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നത്. 9 തൂണുകളിലെ ബെയറിംഗുകൾക്ക് തകരാറുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇവ പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ എത്ര മാസങ്ങൾ വേണ്ടിവരുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ഒരു പാലം മാത്രമുണ്ടായിരുന്ന 1998 കാലത്ത് ഇതുപോലൊരു അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇന്ന് ബദൽ സംവിധാനമുണ്ടെങ്കിലും 10,000-കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുമെന്നുറപ്പാണ്. പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതും ഗതാഗതക്കുരുക്ക് 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അറ്റകുറ്റപ്പണികൾ നീണ്ടുപോയാൽ മഴക്കാലവും വലിയ വെല്ലുവിളിയാകും. എങ്കിലും എത്രയും വേഗം പ്രവൃത്തികൾ തുടങ്ങാനാണ് ദേശീയപാത അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. 1972-ലാണ് ഈ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. TCV ന്യൂസ്, ചാലക്കുടി. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ പറഞ്ഞു. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന V ബലറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴൽനാടൻ MLA-ക്ക് ഗുരുവായൂരിൽ സമ്മാനിക്കുകയായിരുന്നു K മുരളീധരൻ. ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് മിത്രഭാവേനയുള്ള ശത്രുക്കളെയാണ്. ഇവർ പാർട്ടിയിൽ നിന്ന് എവിടെയും പോകില്ല. ഇലക്ഷൻ കാലത്ത് പണിയാൻ വരും. പാർട്ടി കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. ഇവിടെ ആരെയും പിടിച്ചു കെട്ടിയിടുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരും തിരുവനന്തപുരത്തും UDF-ന് കൂടുതൽ MLA-മാർ വന്നാൽ മാത്രമേ കോൺഗ്രസിന് ഭരണം നേടാനാകൂ. ഇത്തവണ സ്ഥാനാർത്ഥികളുടെ തള്ളു കൂടുതലാണ്. കോൺഗ്രസിൽ നിന്നുള്ളവരെ റാഞ്ചാൻ CPM സമ്പന്നന്മാരെ ഉപയോഗിക്കുന്നു. തന്നെ അതിന് കിട്ടില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻകുട്ടി, ജോസ് വള്ളൂർ, ട്രസ്റ്റ് സെക്രട്ടറി VK ജയരാജൻ, PV ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. താൽപര്യമില്ലാത്തവരെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നതാണ് പിണറായി വിജയന്റെ ശൈലിയെന്ന് മാത്യു കുഴൽനാടൻ MLA. V ബലറാം സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി ഗുരുവായൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചതിന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി അന്വേഷണങ്ങൾ തനിക്കെതിരെ വന്നു. എത്ര സത്യസന്ധമായി പ്രവർത്തിച്ചാലും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രയാസം. എന്നാൽ വലിയ തെറ്റുകൾ ചെയ്തവർക്ക് മാധ്യമങ്ങളെ മാനേജ് ചെയ്ത് അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ കഴിയും. അവർക്കുവേണ്ടി വാദിക്കാൻ ആളുണ്ടാകുമെന്നതാണ് ഇന്നത്തെ ദുര്യോഗമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസം അതാണ്. നമ്മൾ എത്ര സത്യസന്ധമായി, എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ സംശയത്തിന്റെ നിഴലിൽ നമ്മളെ നിർത്താൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നതാണ്.
എന്നാൽ വലിയ തെറ്റ് ചെയ്തവർക്ക് മാധ്യമങ്ങളെ അടക്കം മാനേജ് ചെയ്തുകൊണ്ട് അവരുടെ തെറ്റുകളെ മറയ്ക്കാൻ കഴിയുന്നു. അവർക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇന്നത്തെ ദുര്യോഗം. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത കുറവ് ഈ പദ്ധതിക്കാണ്. ഇ ശ്രീധരനാണ് കോൺഗ്രസ് ഭരണകാലത്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്നും എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കര ഞാലിൽ സുജാതയുടെ ഒരേക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഏകദേശം 50,000 രൂപ വില ലഭിക്കേണ്ട നെല്ലാണ് കരിഞ്ഞത്. പാടശേഖരത്തോട് ചേർന്നുള്ള ക്ഷേത്രക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇത് ലഭിക്കാതിരുന്നത് കൃഷി നശിക്കാൻ ഇടയാക്കിയെന്ന് സുജാതയുടെ ഭർത്താവ് പരമേശ്വരൻ പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. കൊയ്ത്തു പൂർത്തിയായ കർഷകർക്ക് മാത്രമാണ് ആശ്വാസം. കൊള്ളഞ്ചേരി, ഒറ്റപ്പിലാവ് എന്നിവിടങ്ങളിൽ ഇനിയും കൊയ്യാനുണ്ട്. മേഖലയിൽ ജലസേചനത്തിന് ആശ്രയിച്ചിരുന്ന തോടും വറ്റിത്തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം. കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. 2003 മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിന്റെ 8.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RDO ഓഫീസിൽ സൂക്ഷിച്ചിരുന്നത്. റംലത്തിന്റെ മക്കൾ പ്രായപൂർത്തിയാകുന്നതുവരെ സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് കോടതി റവന്യൂ വകുപ്പിനെ ഏൽപ്പിച്ചത്. എന്നാൽ മക്കൾക്ക് പ്രായപൂർത്തിയായ ശേഷം ആഭരണങ്ങൾ തിരികെ വാങ്ങാൻ എത്തിയപ്പോഴാണ് സൂക്ഷിച്ചിരുന്ന സ്വർണം മുക്കുപണ്ടമാണെന്ന വിവരം പുറത്തറിയുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ സൂക്ഷിച്ച സ്വർണം മാറ്റപ്പെട്ടത് അതീവ ഗൌരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനാണ് കളക്ടറുടെ ഉത്തരവ്. ചാവക്കാട് ക്ലബ് അംഗങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് പുത്തൻ കടപ്പുറം ലിയോൺ ക്ലബ്ബും ചീനിച്ചുവട് ക്രസന്റ് ക്ലബ്ബും തമ്മിലാണ് സംഘർഷമുണ്ടായത്. മണത്തല നേർച്ചയിലെ ഷോ വർക്കുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ക്രസന്റ് ക്ലബ്ബ് അംഗങ്ങൾ ലിയോൺ ക്ലബ്ബിന്റെ കാർ അടിച്ചു തകർത്തു. ക്രസന്റ് ക്ലബ്ബിലെ രക്ഷാധികാരി TM ഷഫീർ, ലിയോൺ ക്ലബ്ബ് അംഗം ആലിപ്പിരി ധനുഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാറിനുള്ളിൽ നിന്നും ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഗുരുവായൂർ ബ്രഹ്മകുളത്തെ SFI പ്രവർത്തകനായ ഫാസിൽ കൊല്ലപ്പെട്ട കേസിൽ കുറ്റക്കാരെന്ന് പ്രോസിക്യൂഷൻ ആരംഭിച്ച BJP പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ സംശയാസ്പദമായി കേസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്. 2013 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 4 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 38 സാക്ഷികളെ വിസ്തരിക്കുകയും 131 രേഖകൾ ഹാജരാക്കുകയും ചെയ്തെങ്കിലും സംശയാസ്പദമായി കേസ് തെളിയിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് 14 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് TC കൃഷ്ണൻ നാരായണൻ, അഡ്വക്കേറ്റ് അക്ഷയ് ബാബുരാജ്, അഡ്വക്കേറ്റ് K സജിത്ത് എന്നിവർ ഹാജരായി.
എയ്യാലിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കിക്കാവ് കരിക്കാട് സ്വദേശിയും കടങ്ങോട് പ്രദേശത്തെ താമസക്കാരനുമായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അറസ്റ്റിലായത്. എയ്യാൽ ക്ഷേത്രത്തിന് സമീപം രാത്രിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിൽ വെച്ചാണ് സംഘട്ടനം നടന്നത്. പഴുന്നാന സ്വദേശികളായ 15 വയസ്സ് പ്രായമുള്ള 2 പേർ ചായ കുടിക്കുന്നതിനിടയിൽ ബൈക്കുകളിലെത്തിയ 6-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ഇരിങ്ങാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള KSRTC സർവീസിന് അനുവദിച്ച പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർവീസിന് മന്ത്രിയുടെ പ്രത്യേക ഇടപെടലിലൂടെയാണ് കാലപ്പഴക്കം സംഭവിച്ച ബസിന് പകരമായി പുതിയ ബസ് അനുവദിച്ചത്. കോയമ്പത്തൂർ സർവീസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ 5:45 പുറപ്പെട്ട് 10:05 കോയമ്പത്തൂരിലെത്തും. കോയമ്പത്തൂരിൽ നിന്നും തിരികെ 10:35 പുറപ്പെടുന്ന ബസ് 3 മണിക്ക് ഇരിങ്ങാലക്കുടയിലെത്തും. തുടർന്ന് 3:30 ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറപ്പെടുന്ന ബസ് രാത്രി 7:55 കോയമ്പത്തൂരിൽ എത്തിച്ചേരുകയും രാത്രി 8:25 തിരികെ പുറപ്പെട്ട് അർദ്ധരാത്രി 12:40 ഇരിങ്ങാലക്കുടയിൽ സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്യും. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ കുണ്ടുപറമ്പിൽ വീട്ടിൽ ശിവരാമൻ, ഭാര്യ ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനം വെസ്റ്റിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശികളായ കുറുപ്പത്ത് വീട്ടിൽ പൂജ, അഞ്ചലശ്ശേരി വീട്ടിൽ ശ്രീലക്ഷ്മി, കയ്പമംഗലം 3 പീടിക സ്വദേശി മതിലകത്ത് വീട്ടിൽ അഫ്നാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിന് സമീപം KSRTC ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. അരമണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും ഒല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോ ടാക്സിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോ ടാക്സിയുടെ മുൻഭാഗം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. മാള കുഴൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പട്ടേപ്പാടം സ്വദേശി കുട്ടൻചിറപ്പറമ്പിൽ ബീരാനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം. മദ്യപാനം, രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ പ്രവൃത്തികൾ ഇവിടെ സ്ഥിരം സംഭവമായി മാറി. ആരുടെയും കണ്ണെത്താത്ത ഭാഗമായതിനാൽ ഇതിനായി എത്തുന്നവർക്ക് മറ്റു തടസ്സങ്ങളുണ്ടാകുന്നില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടലിലും എത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ വിപണനവും ഇവിടെ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് തൊട്ടടുത്ത പുഴയിൽ മുങ്ങി മരിക്കാനിടയായ സംഭവം ഇവിടെ നടക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. 2 ആഴ്ച മുൻപും പാലത്തിന് മുകളിൽ നിന്ന് ഒരു യുവാവ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പുഴയുടെ മേലൂർ ഭാഗത്തെ കരയിൽ നിന്നും പാലത്തിന് അടിയിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ട്. കുളിക്കടവ് എന്ന സമ്പ്രദായം ഇല്ലാത്തതിനാൽ പരിസരവാസികൾ ആരും ഇവിടെ വരാറില്ല. മത്സ്യം പിടിക്കുന്നതിന് മാത്രം കടവിലെത്തുന്നവരാകട്ടെ ഇതിനെതിരെ പ്രതികരിക്കാറുമില്ല. പോട്ടയിലെ യുവാവിന്റെ മരണത്തോടെ വെട്ടുകടവ് പാലത്തിനടിയിലെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വീണ്ടും ചർച്ചയായി. കൊരട്ടി, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതിയും നൽകി. പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം MS ബിജു ആവശ്യപ്പെട്ടു. ഈ പ്രദേശം മുഴുവൻ ആളുകളും വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ അവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈ പാലത്തിനടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേര് മദ്യം മാത്രമല്ല മറ്റ് എല്ലാവിധ ലഹരിയുടെ ഉപയോഗം ഇവിടെ നടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങോട്ട് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും പറ്റും. പക്ഷേ ഈ സാമൂഹിക വിരുദ്ധർ വന്ന് തമ്പടിക്കുന്ന കാരണം തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാളും ഇങ്ങോട്ട് താഴേക്ക് വരുന്നില്ല. അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. റിപ്പബ്ലിക് ദിനത്തിൽ തിരുവില്ലാമലയിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തർക്കം. ഭരണസമിതിയുടെ വിശദീകരണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും 9 പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. വിഷയത്തിൽ UDFന്റെ പഞ്ചായത്ത് അംഗം ജാഫർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ബിന്ദുവിന് പരാതി നൽകി. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അവിടെ നടന്നിട്ടുള്ളത് ഗണഗീതം പാടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പുറത്ത് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കടപ്പുറത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാര പുതിയ റോഡ് ബീച്ച് സ്വദേശി മുല്ലോത്ത് റോബർട്ടിന്റെ മകൻ ജോഫിയാണ് മരിച്ചത്. പുതിയ റോഡ് ബീച്ചിന് വടക്കുവശമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഞായറാഴ്ച നടക്കുന്ന പന്തല്ലൂർ പൂരം വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചു. വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ 8 വർഷത്തിന് ശേഷമാണ് വെടിക്കെട്ട് നടക്കുന്നത്. ദേശമംഗലം സുരേന്ദ്രനാണ് വെടിക്കെട്ടിന്റെ ചുമതലക്കാരൻ. പകൽപൂരത്തിന് ശേഷം വൈകിട്ട് 7:30 വെടിക്കെട്ട് നടക്കും. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനത്തിന് ശ്രീനാരായണപുരത്ത് നടന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MS മോഹൻദാസ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റൂസൽ രാജ്, ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, KK ഹാഷിഖ്, ആഷിന വലിയകത്ത, ശ്രീരാജ്, മിഥുൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ലോകത്ത് അറിയാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ട സഖാക്കളെ, ഡിവൈഎഫ്ഐ 1980 രൂപീകരിക്കുമ്പോൾ ഒരു ഡിവൈഎഫ്ഐ എന്ന സമീപനത്തെ നമുക്ക് പഠിക്കാനും പ്രതികരിക്കാനും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ജീവിതത്തെ എഴുത്തും വായനയും ചേർത്ത് നെയ്തെടുക്കുകയാണ് കടപ്പുറം സ്വദേശിയായ അഹമ്മദ് മൊയ്നുദ്ദീൻ. ചിന്ത പബ്ലിക്കേഷൻസിലെ ജീവനക്കാരനായ മൊയ്നുദ്ദീന് അക്ഷരങ്ങൾ തന്നെയാണ് അടുത്ത കൂട്ടുകാർ. ഇത് അഹമ്മദ് മൊയ്നുദ്ദീൻ. പേര് കേട്ടാൽ ഒരുപക്ഷെ അറിഞ്ഞെന്നു വരില്ല. പക്ഷേ ഈ വരികൾ കേട്ടാൽ തീർച്ചയായും ഇദ്ദേഹത്തെ തിരിച്ചറിയും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. 50ഓളം ഗസൽ ഗാനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, കഥകൾ, 2 സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ തുടങ്ങി നിരവധി രചനകൾക്ക് പിന്നിലെ തൂലിക മൊയ്നുദ്ദീന്റേതാണ്. കടപ്പുറം പഞ്ചായത്തിൽ PR കുഞ്ഞിമോന്റെയും ചാലിൽ ഷെരീഫിയുടെയും ഇളയ മകനായ മൊയ്നുദ്ദീൻ 18ാമത്തെ വയസ്സിലാണ് എഴുത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്. ഗൾഫിൽ ഫോട്ടോഗ്രാഫറായും ഫാസ്റ്റ് ഫുഡ് മേഖലയിലും പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം പിന്നീട് തന്റെ തൊഴിലിടം കണ്ടെത്തിയത് പുസ്തകങ്ങൾക്കിടയിലാണ്. ഈ ഫീൽഡിലേക്ക് ഞാൻ വരാനുള്ള കാരണം ഇതിന് പുസ്തകങ്ങളോടുള്ള ഒരു ഇഷ്ടം. നമുക്കതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുക. ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ തന്നെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടൊക്കെ ആ കാലത്തിൽ എഴുതുഗാനങ്ങൾ, പാട്ടുകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ സ്കൂളിന് വേണ്ടി നാടകങ്ങൾ ചെയ്തിരുന്നു. 5-6 ഏകാംഗങ്ങൾ അന്ന് അക്കാലത്ത് ചെയ്തു. പിന്നെ ഇപ്പോൾ നാടകം വല്ലാണ്ട് ജമ്പ് ചെയ്ത് പോയി, നമ്മളെ പിടുത്തൊന്നും തരാതെ. 18 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്ത പബ്ലിക്കേഷൻസിലെ പുസ്തകോത്സവ വിഭാഗത്തിലെ ജീവനക്കാരനായ മൊയ്നുദ്ദീൻ അക്ഷരത്തോണിയിലേറിയുള്ള തന്റെ പ്രയാണം തുടരുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പുലാനി കാവടി മഹോത്സവം വർണ്ണാഭമായി. മേലൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കാവടി സംഘങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ നിറഞ്ഞാടി. 13 സംഘങ്ങളിൽ നിന്നായി 300ഓളം കാവടികളാണ് എത്തിയത്. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉത്സവത്തിന് മാറ്റുകൂട്ടി. മേലൂർ മൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ നിന്നും പുലാനി ക്ഷേത്രത്തിലേക്ക് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പകൽപൂരവും നടന്നു. ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന അരിമ്പൂർ 4-ാം കല്ലിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കാരേപ്പറമ്പിൽ ജയയുടെ വീട് മുരളി പെരുന്നലി MLA സന്ദർശിച്ചു. 9 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ജയയുടെ മകനെ ഗൾഫിൽ വെച്ച് കാണാതായിട്ട് 3 വർഷത്തിലധികമായി. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നോർക്ക മുഖാന്തരം മകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് MLA പറഞ്ഞു. ജയയ്ക്കും കുടുംബത്തിനും ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷയും മുഖ്യമന്ത്രിക്ക് കൈമാറും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NC സതീഷ്, വാർഡംഗം NB രാധാകൃഷ്ണൻ എന്നിവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായില്ലാത്ത ഭാനുപ്രകാശിന് കൃഷി ജീവവായുവാണ്. പഴയന്നൂർ സ്വദേശിയായ ഭാനുപ്രകാശ് വർഷങ്ങളായി സുഹൃത്തുക്കളുടെ കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്.
പയർ, പാവൽ, മുളക്, വഴുതന, വെണ്ട, മത്തൻ, കുമ്പളം, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി കൃഷികൾ ജൈവരീതിയിൽ ചെയ്തു വരുന്നു. കൂടാതെ ചെണ്ടുമല്ലി പോലെയുള്ള പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറി എന്ന ചിന്തയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് ഒരു വരുമാന മാർഗം കൂടിയാണ്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റേതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രദേശവാസികൾ കാലത്ത് 6 മണിക്ക് മുമ്പ് തന്നെ ഭാനുപ്രകാശിന്റെ തോട്ടത്തിലെത്തി പച്ചക്കറികൾ വാങ്ങുന്നത് ഇപ്പോൾ നിത്യകാഴ്ചയായി മാറി. മാധ്യമപ്രവർത്തകൻ കൂടിയായ ഭാനുപ്രകാശിന് സഹായിയായി ഭാര്യ രേഖ ഒപ്പമുണ്ട്. TCV ന്യൂസ്, ചേലക്കര. 21ാം നൂറ്റാണ്ടിലും ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഗാന്ധിയൻ ദർശനത്തിന് കരുത്തുണ്ടെന്ന് ഗ്രന്ഥകാരനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ PV കൃഷ്ണൻ നായർ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കേരള സർവോദയ മണ്ഡലം സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവോദയ മണ്ഡലം നിവേദക് PS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ, ജില്ലാ പ്രസിഡന്റ് P രാജേന്ദ്രൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ N രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം യൂണിയൻ പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. HDS ജീവനക്കാരുടെ ശമ്പള വർധന ഉടൻ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ ജനറൽ സെക്രട്ടറി CD വിൽസൺ അധ്യക്ഷത വഹിച്ചു. D ഉണ്ണിക്കുട്ടൻ, VP ഷീജ, PS ഷോബി തുടങ്ങിയവർ സംസാരിച്ചു. അതിലൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഇവിടെ ESI കോടതിക്ക് ESIയിലെ തൊഴിലാളികൾക്കെതിരെ ഈ ആനുകൂല്യം നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി. കഠിനാധ്വാനത്തിലൂടെയാണ് തൃക്കൂർ പുന്നൂക്കര സ്വദേശി സവിത KAS സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത്. കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് തനിക്ക് കരുത്തായതെന്ന് സവിത പറയുന്നു. തൊഴിൽ വകുപ്പിലെ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ ക്ലർക്കാണ് സവിത. പൊന്നൂക്കര നെല്ലിശ്ശേരി വീട്ടിൽ അഖിലിന്റെ ഭാര്യയായ സവിത 2019 LDC ആയാണ് PSC നിയമനം നേടിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ BSc മാത്തമാറ്റിക്സ് പഠിച്ച സവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2ാം റാങ്കോടെയാണ് ബിരുദം നേടിയത്. ഒഴിവു സമയത്തെ പഠനത്തിലൂടെയാണ് KAS എന്ന നേട്ടം കൈവരിച്ചത്. തിരുവനന്തപുരത്തെ KAS മെന്റർ എന്ന സ്ഥാപനത്തിലെ ഓൺലൈൻ പരിശീലനമാണ് സവിതയ്ക്ക് തുണയായത്. 2020 ആദ്യ ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല. തുടർന്നും ജോലിയും പഠനവും ഊർജിതമായി തുടർന്നപ്പോൾ KAS എന്ന കടമ്പയും സവിത വിജയകരമായി പൂർത്തിയാക്കി. പൊതുമരാമത്ത് വകുപ്പ് കോൺട്രാക്ടറായ അഖിലും കുടുംബവും തന്നെയാണ് തന്റെ വിജയത്തിന് തുണയായി നിന്നതെന്ന് സവിത പറയുന്നു. പ്രതീക്ഷിച്ചില്ല. അറ്റംപ്റ്റ് കൊടുത്തു, അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുത്തു. എൻ്റെ 2 ഫാമിലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എൻ്റെ പാരൻസും ഇവിടെ ഹസ്ബൻഡ് സൈഡിൽ നിന്നും ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സ് എന്നെ മാക്സിമം പ്രൊമോട്ട് ചെയ്തു. കോടാലി മുരിക്കങ്ങൽ ശിവന്റെയും ഷീജയുടെയും മകളായ സവിതയ്ക്ക് മലയാളം മെലഡികൾ കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതുമാണ് ഒഴിവു സമയ വിനോദങ്ങൾ. TCV ന്യൂസ്, പുതുക്കാട്. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം ആദരിച്ചു. പകൽ വീട്ടിൽ നടന്ന സമാദരണ സദസ്സ് റിട്ടയേർഡ് SP RK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ചന്ദ്ര രാമകൃഷ്ണൻ, PP വർഗീസ്, അനിൽ കല്ലാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിന് സമീപം റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ സഹായകരമായി. മുൻ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ, ജനാർദ്ദനൻ ആളുപറമ്പിൽ, ശിവൻ ഇരിങ്ങാംപുള്ളി, ബാബു കൊട്ടാംപുള്ളി, ബിജു കുമ്പിളി എന്നിവർ ചേർന്ന് തീയണച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും അതിനുമുമ്പ് നാട്ടുകാർ ചേർന്ന് തീയണച്ചിരുന്നു. തുടർച്ചയായി 12 മണിക്കൂർ ഖുർആൻ മുഴുവനും കാണാതെ ഓതിക്കേൾപ്പിച്ച് റെക്കോർഡിട്ട അന്തിക്കാട് സ്വദേശിയായ 14-കാരനെ ആദരിച്ചു. അന്തിക്കാട് മമ്മസ്ര ഇല്ലത്ത് താജുദ്ദീൻ സിജ ദമ്പതികളുടെ മകൻ ഹാഫിൽ മുഹമ്മദ് ആദിലിനെയാണ് ആദരിച്ചത്. അന്തിക്കാട് മഹല് ഖത്തീബ് ശുക്കൂർ ഫാളിലി ഉദ്ഘാടനം ചെയ്തു. AA അബ്ദുൾ നാസർ അധ്യക്ഷനായി. TM മുസ്തഫ നിസാമി, ഉനൈസി അഷ്റഫി, ഷാഹുൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ഭാഗ്യം നൽകി മരണം വരെ അത് കൽബിൽ നിലനിർത്താൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ. ഒരു ഹാഫിളിന്റെ ദർജയും
ആ ഹാഫിദിന്റെ വീട്ടുകാരുടെയും ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാള മേലഡൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ. വലിയപറമ്പ് സ്വദേശി തപസ് വേലുവാണ് അറസ്റ്റിലായത്. ചാലക്കുടി പുഴയ്ക്കു കുറുകെയുള്ള പാലത്തിന് ബലക്ഷയം. അറ്റകുറ്റപ്പണികൾക്കായി പാലം അടയ്ക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. തൃശൂരും തിരുവനന്തപുരത്തും UDFന് കൂടുതൽ MLA-മാർ വന്നാൽ മാത്രമേ ഭരണം നേടാനാകൂ എന്നും മുരളീധരൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്നും മുരളീധരൻ. പെരുമ്പിലാവ് മേഖലയിൽ വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ 1 ഏക്കർ കതിരിട്ട നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. കാട്ടൂർ സ്വദേശിനിയുടെ 8.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് RTO ഓഫീസിൽ സൂക്ഷിച്ചത്. ചാവക്കാട് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. കാറിനുള്ളിൽ നിന്നും ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.